ഇതൊരു DIY വീഡിയോ ആണ്, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ കാറിൻ്റെ എയർ ഫിൽറ്റർ മാറേണ്ട ടൈമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മാറാവുന്നേ ഉള്ളൂ. അതിന് വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളോ സ്കില്ലോ ഒന്നും വേണ്ട. നമ്മളിതിപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെങ്കിൽ വർക്ക്ഷോപ്പ് വരെ ടൈം നോക്കണം. പിന്നെ ഈ സാധനം ഒരു 2 സ്ക്രൂ അടിച്ചിടുന്നതിന് 10-300 രൂപ ചിലപ്പോൾ ചാർജ് മേടിക്കാം. അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചു, എൻ്റെ ഫിയസ്റ്റയുടെ എയർ ഫിൽറ്റർ മാറാൻ ടൈമായിട്ടിട്ട് ഞാൻ തന്നെ അതുകൊണ്ട് മാറുന്നു. സിമ്പിൾ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സോ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ഫിയസ്റ്റയുടെ എയർ ഫിൽറ്റർ മാറ്റം. ഇതൊരു ലൂക്കാസ് TVSൻ്റെ ഫിൽറ്ററാണ്. 300 രൂപയും വിലയുള്ളൂ. ഇത് മാറാനായിട്ട് നമ്മുടെ കയ്യിൽ ആപ്പാടെ വേണ്ട ഒരു ഹെലങ്കിയാണ്. ഈ സൈസുള്ള ഹെലങ്കി വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ 3 സ്ക്രൂ മാത്രം ജസ്റ്റ് ഒന്ന് ഊരിക്കൊടുത്താൽ മതി. പുറകിലൊരു പ്ലാസ്റ്റിക് പീസ് വെച്ചാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൊക്കിയും കൂടി എടുത്ത സംഭവം സെറ്റ്. ഇതുപോലെ ഒന്ന് ഊരിക്കൊടുക്കുക. ചെറിയ ടെർബോ ലീക്ക് കാണിക്കുന്നുണ്ട്, അതാണ് ഈ ഓയിൽ കൈ വരുന്നത്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ പഴയ ഫിൽറ്റർ കോലം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനിടയ്ക്ക് 2 തവണ ക്ലീൻ ചെയ്താണ്. എന്നിട്ട് കോലം ഇതാണ്. ഇത് കണ്ട് നമ്മളൊരു കാർബറേറ്റർ ക്ലീനർ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനർ വെച്ചിട്ട് ആ എയർ ഫിൽറ്റർ ബോക്സ് നല്ലോണം തുടച്ചു കൊടുക്കുക. കാരണം പഴയ ഡസ്റ്റ് അതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. നല്ലോണം തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാണ് പുതിയ ഫിൽറ്റർ. എന്നാ രസമല്ലേ കാണാൻ, നല്ല കട്ട മഞ്ഞ കളർ. മറ്റേ മഞ്ഞയൊക്കെ മാറി കറുപ്പായി. ഇതെനിക്ക് തോന്നുന്നു നേരത്തെ ഉപയോഗിച്ചിരുന്ന പ്യൂർ ലൈറ്റിൻ്റെ ആണ്. അതിന് 410 രൂപയോളം വിലയുണ്ട്. ഇത് നല്ല കമ്പനിയാണ്, ലൂക്കാസ് TVS. വിലയും കുറവാണ്, ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് 300 രൂപ വില വരുന്നുള്ളൂ. സംഭവം പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ആ റബ്ബർ ബുഷിങ്സ് ഇല്ല, അല്ലെങ്കിൽ റബ്ബർ പോലത്തെ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ഫിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി നമുക്ക് ഫിൽറ്റർ തിരിച്ച് അതിൻ്റെ കവറും കൂടെ ഫിറ്റ് ചെയ്യാം. കവർ ഫിറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കണ്ടല്ലോ, ഈ സൈഡിൽ 3 ലോക്കുണ്ട്. ആ ലോക്കിലോട്ട് കയറ്റി വെച്ചിട്ട് ഈ ഭാഗം കറക്റ്റായിട്ട് യോജിക്കുന്നുണ്ടോ നോക്കുക. ഇതുപോലെ കയറ്റി വയ്ക്കുക, ഒന്ന് അമർത്തി കൊടുക്കുക. നമുക്ക് തിരിച്ച് പഴയ പോലെ സ്ക്രൂ ഇട്ട് കൊടുക്കുക. സ്ക്രൂ ഇട്ട് പക്കയെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ അല്ലെങ്കിൽ കാറിൻ്റെ എയർ ഫിൽറ്റർ മാറിക്കഴിഞ്ഞു. ആരുടെ സമയം നോക്കണ്ട. ഇനി വേറെ വണ്ടി ഉണ്ടെങ്കിൽ വർക്ക്ഷോപ്പുകാരൻ വരുന്ന വരെ ടൈം വെയിറ്റ് ചെയ്യണ്ട. 10-200 രൂപ ലാഭിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഫിയസ്റ്റയുടെ ആണ് ഞാൻ ഈ കാണിച്ചത്. ഇതുപോലെ ഓരോ കാറിനും ഓരോ ടൈപ്പായിരിക്കും എയർ ഫിൽറ്റർ മാറ്റം. നിങ്ങളുടെ കാറിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മളെന്തോ ഒരു വീഡിയോ എന്തെങ്കിലും കണ്ട് നോക്കി പഠിക്കാനേ ഉള്ളൂ. ഇതൊക്കെ ഒരു DIY ഡു ഇറ്റ് യുവർ സെൽഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രക്രിയകളാണ്. കോംപ്ലക്സ് ആയിട്ട് ഇലക്ട്രോണിക്സ് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ കാറിൻ്റെ എയർ ഫിൽറ്റർ എങ്ങനെ മാറിയിരിക്കുന്നു. ഇറ്റ്സ് റെഡി ടു